കുട്ടി സാഹചര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അങ്ങനെ ഒരു ബന്ധമില്ല, അടിസ്ഥാനരഹിതമാണ്. അവിടെ തന്നെയാണ് ഈ കുടുംബം ഇപ്പോഴും നിൽക്കുന്നത്. അങ്ങനെ ഒരു ബന്ധമില്ല. നാട്ടിലുള്ളവർക്കറിയാം, അവരുടെ ബന്ധുക്കൾക്കറിയാം. അന്ന് രാത്രിയോട് കൂടിയിട്ട്, വൈകുന്നേരത്തോട് കൂടിയിട്ട് ഭർത്താവ് മരിച്ച് 3-ാമത്തെ ദിവസമാണ്. ഈ കുട്ടിയെ ഭീകരമായി മർദ്ദിക്കുകയാണ്. ഈ പെൺകുട്ടിയെ ഭർത്താവ് മരിച്ച് ഭീകരമായി മർദ്ദിച്ചു. അവരാവശ്യപ്പെടുന്നത് ഈ രീതിയിൽ നിങ്ങൾ സമ്മതിക്കണം, നീ സമ്മതിക്കണം, നീ അവനുമായിട്ട് ബന്ധമുണ്ട്, ആ ബന്ധം സ്ഥാപിക്കാനുള്ള ശ്രമം. അതിൽ ഫോൺ കോൾസിന്റെ കാര്യങ്ങൾ, ആ ഡീറ്റെയിൽസ് വേറെ ഉണ്ട്. ഈ കുട്ടി ഇതിന് സമ്മതിച്ചില്ല. 2 ദിവസം ഈ കുട്ടിയെ മർദ്ദിച്ചു. ഒരു നിലക്കും ഇത് സമ്മതിക്കില്ല എന്ന സാഹചര്യം വന്നു. 2-ാമത്തെ ദിവസം, അതായത് 3-ാമത്തെ ദിവസം, കുടുംബങ്ങൾ താഴെ കാത്തിരിക്കുന്നു. കൂടെ വന്ന് പെട്ടെന്നൊരു പോലീസുകാരൻ താഴേക്ക് ഓടി വരുന്നു. താഴെ നിന്ന് ഹാൻഡ് ക്യാപ്പ് എടുത്തിട്ട് അവൾ കുറ്റം സമ്മതിച്ചു, അവൾ പ്രതിയാണ് എന്ന് ഈ റിദാൻ ഫാസിലിന്റെ ഉമ്മയോടും എളാപ്പയോടും അനിയനോട് പറയാണ്. അപ്പോൾ റിദാൻ ഫാസിലിന് മുമ്പ് ഒരു MDMA കേസിൽ, കള്ളക്കേസിൽ കുടുക്കിയൊരു വിഷയം നിൽക്കുന്നുണ്ട്. അതിലൊരു കണ്ണിയാണ് എന്ന് സംശയിക്കുന്ന പോലീസുകാരനാണ് ഈ വന്നത്. ഈ കുടുംബത്തിന് അതറിയാം. അപ്പോൾ ഈ പോലീസുകാരനോട് വളരെ ഗൗരവമായിട്ട് പ്രതികരിച്ചു. നീ ആ കള്ളക്കേസിൽ എൻ്റെ മകനെ കുടുക്കിയതുപോലെ എൻ്റെ കുട്ടീനെയും കൂടി കൊടുക്കാൻ പോവുകയാണോ എന്നുള്ള ചോദ്യം ചോദിക്കുകയും ഒരു ഫോൺ എടുത്തപ്പോൾ ഈ പോലീസ് ഓഫീസർ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് കൊണ്ടുപോയിക്കാം, നമുക്ക് നാളെ ചോദിക്കാം. അതോടുകൂടി ഇവർക്ക് സംശയം വർദ്ധിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം പോകുന്നു. ഈ കുട്ടി ഇത് തന്നെ പറയുന്നു. പിന്നെ മർദ്ദനം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിൽ ഈ സ്ഥാപിക്കാൻ ശ്രമിച്ചത് ഈ അവിഹിതമുണ്ട് എന്ന്, ആ അവിഹിത കാരണത്താൽ റിദാൻ ഫാസിൽ ഈ പെൺകുട്ടിയുടെ ഭർത്താവിനെ കൊന്നു, അവളെ സ്വന്തമാക്കാനുള്ള ശ്രമം നടത്തി. അതാണ് ഇന്റൻഷൻ. അതിലായിരുന്നു പോലീസ് ആദ്യം നിന്നത്. അത് അതിൻ്റെ ഒരു ഭാഗം. 2-ാമത്തെ ഭാഗം, ഈ കൊന്നു എന്ന് പറയുന്ന കേസിൽ ബുക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള ഷാൻ ഉൾപ്പെടെ ആ കുടുംബങ്ങൾ എന്നെ വന്നു കണ്ടു. ഷാൻ പറയുന്നു, അങ്ങനെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ഇന്നും അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവനെക്കുറിച്ച് ഓർക്കുമ്പം എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അവൻ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ഞാനിതിൽ കുറ്റവാളിയാക്കപ്പെട്ടു. അപ്പൊ ഷാന്റെ വെർഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞതുപോലെ തന്നെ വൈകുന്നേരം ഈ കുട്ടി പറഞ്ഞതൊക്കെ ശരിയാണ്. 8:30 മണിയോട് കൂടിയിട്ട്, അതായത് ഒരു അരമണിക്കൂർ ഇവരവിടെ നിന്നു, ഒരു സിഗരറ്റ് വലിച്ചു. റിദാൻ ഫാസിലിന് ഫോൺ വന്നു, എടാ എൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഇവനോട് പോന്നു. അവന് അവിടുന്ന് മടങ്ങിയിട്ട് ഇടവണ്ണ വരുന്നു. ഇടവണ്ണ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി പെരുന്നാളിനുള്ള സാധനങ്ങൾ വാങ്ങുന്നു. വീട്ടിലേക്ക് പോകുന്നു. വീടിന്റെ അടുത്തെത്താൻ സമയത്ത് ഭാര്യ വിളിക്കുന്നു, കുറച്ച് ഫ്രൂട്ട്സ് കൂടി വാങ്ങണമെന്ന് പറയുന്നു. തിരിച്ചവൻ വീണ്ടും ഇടവണ്ണ വരുന്നു. ആ സാധനം കൂടി വാങ്ങി ഒരു 9:30 മണിയോടുകൂടി ഈ പറയുന്ന ഷാൻ വീട്ടിലെത്തിയിരുന്നുണ്ട്. അതിനുശേഷം വീട്ടിൽ പോയി ഈ ഷാന്റെ ചെറിയ കുട്ടിയുമായി അങ്ങാടിയിലേക്ക് ഷാൻ ഇറങ്ങുന്നുണ്ട്. 10:30-10:45 വരെ ഷാൻ അന്ന് ഇടവണ്ണ അങ്ങാടി, ഈ മുണ്ടേങ്ങര അവൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ചെറിയൊരു ഗ്രാമമാണ്, അങ്ങാടിയിലുണ്ട്. 10:30 പെരുന്നാൾ എന്താ പറയുക, ആ ഗ്രാമത്തിലുണ്ടാകുന്ന ഒരു സന്തോഷമൊക്കെ ഉണ്ടാവില്ല, അതിലൊക്കെ പങ്കെടുത്ത് വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ പോയി ഉറങ്ങുന്നു. 11 മണിക്ക് ഈ പറഞ്ഞതുപോലെ, ഈ പെൺകുട്ടി പറഞ്ഞതുപോലെ വിളിച്ചിട്ടുണ്ട്. അത് അവനും അക്നോളജ് ചെയ്യുന്നു. 1 മണിക്ക് വിളിച്ചു എന്നുള്ളതും അക്നോളജ് ചെയ്യുന്നു. 4 മണിക്ക് വിളിച്ചു എന്നുള്ളതും അക്നോളജ് ചെയ്യുന്നു. ഇത് കഴിഞ്ഞ് രാവിലെ ഈ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടി, അവന്റെ ഭാര്യയും കുട്ടിയും പള്ളിയിൽ നിന്ന് ഈദ്ഗാഹ ഉണ്ടാവുക, പുറത്താണ്, ഗ്രൗണ്ടിലാണ് നമസ്കാരം ഉണ്ടാവുക. ആ നമസ്കാര സ്ഥലത്ത് നിന്ന് ഈ മരിച്ച വീട്ടിലേക്ക് എത്തുന്നു. അപ്പോൾ മരിച്ച വിവരം അറിയില്ല. അപ്പോൾ അവൻ പറഞ്ഞു, ഞങ്ങൾ നിസ്കരിച്ച് കഴിഞ്ഞ പെരുന്നാൾ ചോറ് ഉണ്ടിട്ട് തിരിച്ചു വരാം, എന്നിട്ട് നമുക്ക് പോയി അന്വേഷിച്ച് നോക്കാം എന്ന് പറഞ്ഞു. അനിയനോട് പറയുന്നു, നീ പോയി നോക്ക്. അതൊക്കെ അവനും അക്നോളജ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ വീട്ടിലെത്തുമ്പോഴേക്കും ഇതായി കോള് വരുന്നു, ഇങ്ങനെ മരിച്ചെന്നാണ്. കൊണ്ടുപോയ ഭാര്യയും കുട്ടിയെയും ആ വീട്ടിന്റെ റോട്ടിൽ ഇറക്കി അവൻ തിരിച്ചു വരുന്നത്. തിരിച്ചു വന്നിട്ട് അവൻ നേരെ ഇടവണ്ണ പോലീസ് സ്റ്റേഷനിലൊക്കെ പോകുന്നത്. ഇടവണ്ണ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് ഇങ്ങനെയാണ് സംഭവിച്ചത്, ഇന്നലെ രാത്രി ഇങ്ങനെ ഞാനായിരുന്നു ലാസ്റ്റ് അവന്റെ കൂടെ ഞങ്ങൾ പിരിഞ്ഞത് ഇന്ന സമയത്താണ് എന്ന് പറഞ്ഞിട്ട് അവൻ ഈ മരിച്ച സ്ഥലത്തേക്ക് പോകുന്നു.
അപ്പോഴേക്ക് പോലീസ് വരുന്നു. പോലീസ് വന്ന ഉടനെ തന്നെ ഈ സ്റ്റേറ്റ്മെന്റുകൾ ഈ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ പിന്നെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്ക് പോയി ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു വന്ന് 11 മണിയാകുമ്പോഴേക്ക് സ്റ്റേഷനിലേക്ക് എത്താൻ പറഞ്ഞു. അവൻ ഭക്ഷണം കഴിച്ച് തിരിച്ച് സ്റ്റേഷനിൽ വന്നു. അവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് ഇവനെ വണ്ടിയിൽ കയറ്റിയിട്ട് നിലമ്പൂരിലേക്ക് കൊണ്ടുപോകും. നിലമ്പൂരിൽ കൊണ്ടുപോയി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, അവർ വെരിഫൈ ചെയ്യുന്നു, ഫോൺ വെരിഫിക്കേഷൻ നടത്തുന്നു, ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നു. വൈകുന്നേരം ആകുമ്പോഴേക്കും പോലീസിന്റെ സ്വഭാവം മാറുന്നു.